ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാവുന്ന തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന 1913 ആ ഒരു കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്ന മുക്കാൽ ചക്രം എന്നറിയപ്പെടുന്ന എൻവലോപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു വില കിട്ടാവുന്ന എൻവലോപ്പാണ് നമ്മളിന്ന് പരിചയപ്പെടാവുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു എൻവലോപ്പ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാവുന്ന ഈ ഒരു എൻവലോപ്പാണ് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന 1913 കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്ന മുക്കാൽ ചക്രം എന്നറിയപ്പെടുന്ന എൻവലോപ്പ്. അത്യാവശ്യം നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള എൻവലോപ്പാണ്. ഈ ഒരു എൻവലോപ്പിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 500 രൂപ മുതൽ, നല്ലൊരു യൂസർ കണ്ടീഷന് 500 രൂപ മുതൽ 700 രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ ആണെങ്കിൽ അതിലും വില കൂടുതലാണ് വരുന്നത്. ഏകദേശം 1500-2000 രൂപയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന ഒരു യൂസ്ഡ് കണ്ടീഷൻ എൻവലോപ്പാണ്. ഇതിൻ്റെ മറ്റ് മിൻറ്റ് ബേസ് വരുന്ന എൻവലോപ്പ് ഞാൻ തുടർന്നുള്ള നമ്മുടെ ഈ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. നമ്മുടെ നാണയങ്ങൾ പോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പുകൾക്കും ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റി വരുന്നുണ്ട്. ഇപ്പോൾ നാണയങ്ങളായാലും രണ്ട് വശം നമുക്ക് നാണയത്തിൻ്റെ വാല്യൂ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി അങ്ങനെയൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാമ്പുകളിലും അങ്ങനെ വരാറുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇത് തിരുവിതാംകൂർ അഞ്ചലെന്ന് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് തിരുവിതാംകൂറിൻ്റെ ആ ഒരു ലെറ്റേഴ്സ് നമുക്കിവിടെ മലയാള അക്ഷരത്തിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു എൻവലോപ്പിൻ്റെ വാല്യൂ മുക്കാൽ ചക്രമാണ്, അതിവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററായിട്ട് നമ്മുടെ തിരുവിതാംകൂർ ആ ഒരു സ്റ്റേറ്റിൻ്റെ ആ ഒരു എംബ്ലമായിട്ടുള്ള ശംഖുമുദ്ര ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മളിവിടെ താഴെ കൊടുത്തിരിക്കുന്ന അതേ മലയാളം ലെറ്റേഴ്സ് തന്നെയാണ് ഇവിടെ മുകളിൽ നമുക്ക് ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ട്രാവൻകൂർ അഞ്ചൽ എന്നുള്ളതും അതുപോലെ തന്നെ 3 ക്വാർട്ടർ ചക്രം എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ലെറ്റേഴ്സും അക്ഷരങ്ങളായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ്. അതുപോലെ തന്നെ ഈ ഒരു കളറിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന കളറുണ്ട്. അതിനൊക്കെ അനുസരിച്ച് ഡിഫറെൻറ്റ് വെറൈറ്റിയിലാണ് ഈ ഒരു എൻവലോപ്പൊക്കെ വരുന്നത്. ഡിഫറെൻറ്റ് കളർ ഡിഫറെൻറ്റ് പാറ്റേണിലൊക്കെ വരുന്ന ഒരുപാട് എൻവലോപ്പും പോസ്റ്റ് കാർഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഈ ഒരു മുക്കാൽ ചക്രം എന്ന് അറിയപ്പെടുന്നത് തിരുവിതാംകൂർ അഞ്ചലിലെ എൻവലോപ്പാണ്. അതുപോലെ തന്നെ എൻവലോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ലെറ്റേഴ്സൊക്കെ എഴുതി നമുക്കൊരു കവറിനകത്ത് ഇട്ട് അയക്കാൻ പറ്റും. അപ്പോൾ അതിനെയാണ് എൻവലോപ്പ് എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. നമുക്കിവിടെ ലെറ്റേഴ്സൊക്കെ എഴുതി ഇതിൻ്റെ അകത്ത് ആക്കിയതിന് ശേഷം നമുക്ക് ഒട്ടിച്ചതിന് ശേഷം നമുക്കിതൊക്കെ അയക്കാൻ പറ്റും. പോസ്റ്റ് കാർഡ് എന്ന് പറയുന്ന വേറൊരു പാറ്റേൺ ആണ്. അപ്പോൾ പോസ്റ്റ് കാർഡും ഉണ്ട്. പോസ്റ്റ് കാർഡിന് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മാർക്കറ്റ് വാല്യൂ വരുന്ന പോസ്റ്റ് കാർഡുകളുണ്ട്. നല്ലൊരു മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു റയർ കാറ്റഗറിയിലൊക്കെ വരുന്ന പോസ്റ്റ് കാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എൻവലോപ്പ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത എൻവലോപ്പാണ്. ഇതുപോലുള്ള ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റിയിലൊക്കെ വരുന്ന പോസ്റ്റ് കാർഡുകളും അതുപോലെ തന്നെ എൻവലോപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഒരു വീഡിയോ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ ഇതുപോലുള്ള എൻവലോപ്പൊക്കെ നിങ്ങൾക്ക് കളക്ഷനിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ തിരുവിതാംകൂർ സംബന്ധിച്ച് പോസ്റ്റ് കാർഡുകൾ, എൻവലോപ്പ്, സ്റ്റാമ്പുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ സ്റ്റാമ്പും പോസ്റ്റ് കാർഡൊക്കെ കളക്ഷൻ ചെയ്യുന്നവരൊക്കെ ഇതുപോലുള്ള തിരുവിതാംകൂറിലെ ഈ ഒരു മുക്കാൽ ചക്രം എന്നറിയപ്പെടുന്ന ഈ ഒരു എൻവലോപ്പ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.